വാത്സല്യമുള്ളവരെ, കുരിശിനെക്കുറിച്ചാണല്ലോ നമ്മൾ കൂടുതൽ ഈ നോമ്പുകാലത്ത് ചിന്തിക്കുന്നത്. കുരിശ് രക്ഷയുടെ അടയാളമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കുരിശാണ് എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടം. കുരിശാണ് എല്ലാ വരങ്ങളുടെയും കാരണം. അതിനാൽ വിശ്വാസികൾ കുരിശിൽ ആശ്രയം അർപ്പിച്ച് കുരിശിൽ ജീവിതം പടുത്തുയർത്താൻ പരിശ്രമിക്കുമ്പോൾ സകല അനുഗ്രഹങ്ങളും ആ സഹനങ്ങൾ വഴി, ആ കുരിശുകൾ വഴി നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ഒഴുക്കും. കാരണം സഹനങ്ങൾ കൂടാതെ വിശുദ്ധിയില്ല, സഹനങ്ങൾ കൂടാതെ സ്വർഗരാജ്യമില്ല. അതിനാൽ കുരിശ് നമുക്കൊരു ഭാരമല്ല, ഒരനുഗ്രഹമാണ്. കുരിശ് ഒരപമാനമല്ല, മറിച്ച് അത് രക്ഷയാണ്. കുരിശ് എല്ലാ വരങ്ങളുടെയും കാരണമാണ്. നമ്മുടെ ജീവിതത്തിൽ കുരിശ് കുരിശ് എന്ന് പറഞ്ഞ് നമ്മൾ ശപിച്ചു തള്ളിയ ഒരുപാട് ജീവിത സാഹചര്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ ഉറവിടമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ച കുരിശുകളാണ് പിൽക്കാലത്ത് കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനുമൊക്കെ അനുഗ്രഹമായി മാറിയത് എന്ന് നമ്മൾ മറക്കരുത്. അതിനാൽ ഈ നോമ്പ് കാലത്ത് ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തരുന്ന കുരിശുകളെ, സഹനങ്ങളെ നിസാരവൽക്കരിക്കാതെ സന്തോഷത്തോടെ സ്വീകരിച്ച് അവ കുരിശിന് ചൂട്ടിൽ സമർപ്പിച്ച് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ രാജ്യത്തിനും ലോകത്തിന് മുഴുവനും അനുഗ്രഹത്തിന് കാരണമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. കുരിശുകളെ അവഗണിക്കാതെ അവയെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ ദൈവം നിങ്ങളുടെ ശരീരങ്ങളെയും മനസ്സിനെയും ആത്മാവിനെയും ബലപ്പെടുത്തട്ടെ.